നമസ്കാരം സുഹൃത്തുക്കളെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എത്തപ്പെട്ടു എന്നതിനെ പറ്റിയുള്ള ഒരു ചുരുക്ക വിവരണമാണ്. 2021 മുതൽ 5 വർഷം 2026 വരെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ തൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ കേരള ജനതയുടെ വിശ്വാസം പിടിച്ചുപറ്റി. കേരള ജനത അദ്ദേഹം മതി മുഖ്യമന്ത്രിയായി എന്നും പറഞ്ഞ് ജാതി മതഭേദമന്യേ പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് അടുത്ത കാലത്തെ ഇതുപോലെ ഒരു ജനനായകൻ ഉയർത്തു വന്നിട്ടില്ല. പണ്ട് വി എസ് അച്യുതാനന്ദന് പാർട്ടി സീറ്റ് കൊടുക്കാതെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ജനരോഷം സീറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കണ്ടു. അതുപോലെയല്ല, ഇത് കേരളം ആകമാനം അധികം സപ്പോർട്ടേഴ്സ് പുറത്തു വരാൻ വേണ്ടി സമ്മതിച്ചില്ല. എങ്കിലും ജനകീയ സപ്പോർട്ട് കണ്ട് എല്ലാ ആൾക്കാരും ആകെ അത്ഭുതപ്പെട്ടു പോയി. ഉദാഹരണത്തിന് UDF, LDF, BJP, മറ്റുള്ള പാർട്ടികളും മറ്റുള്ള സ്റ്റേറ്റുകളും ഈവൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരിലൊരു ജനനായകൻ ഉദിച്ചു വരുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ഇതേപോലെ സിനിമാ ഫീൽഡിലുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. സിനിമാ ഫീൽഡിൽ വിജയ് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഗവൺമെൻറ് രൂപീകരിച്ചത്, എല്ലാവരും പോളിലെല്ലാം എക്സിറ്റ് പോളിലൊക്കെ വിജയിയുടെ പാർട്ടി അധികം സീറ്റൊന്നും പിടിക്കുകയില്ല എന്നാണ് അണ്ണാ DMK ഒക്കെ കരുതിയിരുന്നത്. പക്ഷേ വിജയ് യുവജനങ്ങളുടെ ജെൻസിയിലൂടെ അവരുടെ ഹൃദയങ്ങളിലൂടെ കയറി വന്ന് നല്ലൊരു ഭരണം കാഴ്ചവെക്കും, അഴിമതിയില്ലാത്ത ഭരണം കാഴ്ചവെക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലൂടെ വോട്ട് നേടി ഭൂരിപക്ഷത്തിൽ ജയിച്ച് മുഖ്യമന്ത്രിയായത് കണ്ടു. അതിനോട് കിടപിടിക്കുന്ന ഒരു മഹത്തായ വിജയമാണ് ഇവിടെ കേരളത്തിൽ ഈ പ്രാവശ്യം UDF ഗവൺമെൻറ് നേടിയെടുത്തത്. പഴയ 10 വർഷത്തെ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണം ജനങ്ങളിലുണ്ടാക്കിയ അവിശ്വാസവും അതോടൊപ്പം തന്നെയുള്ള ദുർഭരണവും അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം കണ്ടിട്ടുള്ള ആ ഭരണം ഒന്ന് മാറിക്കിട്ടുവാൻ വേണ്ടി എല്ലാവരും കൂടി വോട്ട് ചെയ്താണ് 140 സീറ്റിൽ 102 സീറ്റ് UDF നേടിയെടുത്തുകൊണ്ട് മഹത്തായ ഈ വിജയം കൈവരിച്ചത്. ആ വിജയത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് വി ഡി സതീശൻ. അപ്പോൾ ഇതേപോലെ വിജയിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ വി ഡി സതീശൻ കാൽക്കുലേറ്ററിലൂടെ അദ്ദേഹം ഈ ഒരു മഹത്തായ വിജയത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായി കഠിനമായി പ്രയത്നിക്കുന്നു. അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ഈ വിജയം എന്താണെങ്കിലും സുനിശ്ചിതമാണെന്ന്. അദ്ദേഹം പറഞ്ഞു, 100-ൽ പരം സീറ്റുകൾക്ക് UDF വിജയിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കും, വനവാസത്തിന് പോകും, രാഷ്ട്രീയം ഉപേക്ഷിക്കും, ഞാൻ പൊളിറ്റിക്കൽ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നു ധൈര്യസമേതം പല പ്രാവശ്യം പറഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെ പറയാനുള്ള ആ ധൈര്യവും ആ സ്ഥിരതയും ജനങ്ങൾ പ്രത്യേകം കണ്ടു. സുഹൃത്തുക്കളെ, ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു ഡിറ്റക്റ്റീവ് നോവലിനെ, ക്രൈം ത്രില്ലറിനെ വെല്ലുന്ന രീതിയിലാണ് എങ്ങനെയാണ് മുഖ്യമന്ത്രി പദം വി ഡി സതീശനിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത് വളരെ രസകരമായൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വി ഡി സതീശൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാവരും എതിരായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിൽ. ഉദാഹരണത്തിന് സ്വന്തം പാർട്ടിക്കാർ തന്നെ UDF ഹൈക്കമാൻഡ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കുന്നതിന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ മതസംഘടനകൾ, വെള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായർ സൊസൈറ്റി, ക്രിസ്ത്യൻ സംഘടനകൾ, LDF ബ്യൂറോക്രസി അറിയത്തില്ലെങ്കിലും ബ്യൂറോക്രസിയിലും ഒരു പറ്റം ആൾക്കാർ അദ്ദേഹത്തിന് അനുകൂലമൊന്നുമല്ലായിരുന്നു. ഇങ്ങനെ എല്ലാവിധ ആൾക്കാരും എതിരായി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് പോരാടി നേടിയ ഒരു ഡിറ്റർമിനേഷൻ്റെയും, അതായത് ഒരു കടുത്ത ഇച്ഛാശക്തിയുടെയും ഫലമായിട്ടാണ് അദ്ദേഹം കേരള സംസ്ഥാനത്തിൻ്റെ ഈ ചീഫ് മിനിസ്റ്ററായി എത്തിച്ചേർന്നത്. അതിലേക്ക് നയിച്ച വഴികൾ വളരെ ദുർഘടം നിറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ ഇലക്ഷനിൽ
UDF മുന്നണിക്ക് 102 സീറ്റുകൾ കിട്ടി ജയിച്ചു വന്നപ്പോഴത്തേക്കും കോൺഗ്രസ്സാണ്, ജനാധിപത്യ പാർട്ടിയാണ്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ മോഹികളുടെയും മന്ത്രി മോഹികളുടെയും എണ്ണം വളരെ കൂടി. ചീഫ് മിനിസ്റ്റർഷിപ്പിലേക്ക് പ്രമുഖരായ 3 നേതാക്കളാണ് മത്സരത്തിൽ മുന്നിട്ടിറങ്ങിയത്: വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. KC വേണുഗോപാൽ AICC പ്രസിഡൻ്റാണ്, ഹൈക്കമാൻഡിൻ്റെ ഒരു ഭാഗമാണ്. മിക്കപ്പോഴും ഡൽഹിയിലിരുന്ന് പാർട്ടിയെ നയിച്ചിരുന്ന ഒരു സീനിയർ നേതാവാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും കേരളത്തിലെ പഴയ ആഭ്യന്തരമന്ത്രിയാണ്, സീനിയർ മന്ത്രിയാണ്, വളരെ സീനിയറാണ്. പക്ഷേ ടീം UDF എന്നും പറഞ്ഞ് ഇലക്ഷനെ മുന്നിൽ നിന്ന് നയിച്ചത് മിസ്റ്റർ വി ഡി സതീശനായിരുന്നു. ഈ മുന്നണി ഇത്രയും സീറ്റുകൾ നേടിയില്ല എങ്കിൽ എല്ലാ പഴിയും അദ്ദേഹത്തിന് കേൾക്കണമായിരുന്നു. വേറെ ആരും അത്രയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ല. ഓഫ് കോഴ്സ് ഹൈക്കമാൻഡിന് ഉത്തരവാദിത്വം കുറച്ചൊക്കെ ഉണ്ടാവും. എങ്കിലും അദ്ദേഹം ഹൈക്കമാൻഡിന് പ്രോമിസ് ചെയ്തതുപോലെ ഉന്നത വിജയം കൈക്കലാക്കി ഉന്നതമായ ഇലക്ഷൻ റിസൾട്ട് കൊണ്ടുവന്നു. അതിന് അദ്ദേഹം കാരണഭൂതനായി. അപ്പോൾ ചീഫ് മിനിസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മത്സരത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും ഭൂരിപക്ഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഹൈക്കമാൻഡിന്, കോൺഗ്രസിൻ്റെ ഉന്നത ഹൈക്കമാൻഡിന് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കും. അങ്ങനെയാണ് നോർമൽ പ്രാക്ടീസ്, അതാണ് സാധാരണ സംഭവം. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിന് ഇഷ്ടപ്പെട്ട മോസ്റ്റ് ഒബീഡിയൻ്റ് ആയിട്ടുള്ള ആളിനെ മുഖ്യമന്ത്രിയാക്കുക ഈ മഹാഭൂരിപക്ഷത്തിൻ്റെ സമയത്തിൽ. അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ ഒരു നോട്ടത്തിലുള്ള അല്ലെങ്കിൽ ഇടപെടുന്ന ഒരു ഭരണം നടത്തുക, അതായിരുന്നു ഉദ്ദേശം. രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ KC വേണുഗോപാൽജി മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള താല്പര്യമായിരുന്നു. ഹൈക്കമാൻഡിനും അങ്ങനെ തന്നെയായിരുന്നു താല്പര്യം. KC വേണുഗോപാൽജി ആദ്യം ഇതൊന്നും ഇലക്ഷൻ്റെ ആദ്യ സമയങ്ങളിലൊന്നും വെളിപ്പെടുത്തിയില്ല. അപ്പോൾ പറഞ്ഞു, ഇലക്ഷനിൽ റിസൾട്ട് വന്നു കഴിയുമ്പോൾ സാധാരണ പോലെ ഹൈക്കമാൻഡ് തീരുമാനിക്കും മുഖ്യമന്ത്രിയെ, അത് ബാക്കിയെല്ലാവരും അംഗീകരിക്കും, പാർട്ടിയാണ് വലുത്, ഇൻഡിവിജ്വലായിട്ടുള്ള പേഴ്സൺസിന് പ്രത്യേകിച്ചിട്ട് റോളൊന്നുമില്ല. സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അങ്ങനെ വ്യക്തിഗതമല്ല, പാർട്ടി ബേസ്ഡാണ് എവരിത്തിങ് എന്നുള്ള ബേസിൽ തീരുമാനിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാന നിമിഷത്തിൽ ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടി ഇടതുമുന്നണിയുടെ ദുർഭരണത്തിന് എതിരായി കേരള ജനത രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും സെക്യുലറായ ഒരു നേതാവ്, അഴിമതിരഹിതനായ ഒരു നേതാവ്, ഒരു ഡിറ്റർമിനേഷനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ്. പക്ഷേ അങ്ങനെയുള്ളൊരു നേതാവ് ഭരിക്കണമെന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ തന്നെ നയിച്ച ആൾ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നായിരുന്നു ജനാഭിലാഷം. ഈ ജനാഭിലാഷത്തിന് തകിടം മറിച്ചുകൊണ്ട് വേറെ ഡൽഹിയിൽ നിന്നും കേരളത്തിൽ അത്രയും മജോറിറ്റി ഒന്നുമില്ലാത്ത ഓർഗനൈസിങ് മാനായ ജനറൽ സെക്രട്ടറിയായ ആൾ വരിക, KC വേണുഗോപാൽ വരിക എന്നത് കേരള ജനതയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാവിധ ആൾക്കാർക്കും കൂടുതൽ ഇടതുപക്ഷ തന്നെ വോട്ട് ചെയ്തിട്ടാണ് ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിച്ചിട്ടുള്ളത്. ഈ സ്ഥിതിവിശേഷത്തിൽ വേറെ ഒരു മുഖ്യമന്ത്രിയെ ജനത്തിന് ചിന്തിക്കാൻ പറ്റിയില്ല. സോഷ്യൽ മീഡിയകളിൽ കൂടിയും അല്ലാതെയും പാർട്ടി പ്രവർത്തനങ്ങളിൽ കൂടിയും ജൻസിയുടെ ഒരു ഇൻഫ്ലുവൻസിൽ കൂടിയും ഒക്കെ ജനങ്ങൾ ആർത്തിരമ്പി ഒരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോവും, ഒരു കലാപത്തിലേക്ക് തന്നെ പോവും. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കൂടെയുള്ള ഘടകകക്ഷികൾ അവർക്ക് വി ഡി സതീശനെ തന്നെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിറ്റർമിനേഷൻ്റെ ഒരു വികസന സങ്കല്പമുള്ള ഒരു നേതാവ് തന്നെ വരണം, അങ്ങനെയുള്ളതായ ഒരു ഹൈപ്പിലേക്ക് വന്നു. കാര്യങ്ങൾ പിടിവിട്ടു പോകുമെന്ന് കണ്ടു. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിൻ്റെ രാഹുൽ ഗാന്ധിജിയുടെയും സോണിയാഗാന്ധിയുടെയും ഹൈക്കമാൻഡിൻ്റെ പ്രിയങ്ക ഗാന്ധിയുടെയും ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. KC വേണുഗോപാലിൻ്റെ ഓൾറെഡി നഷ്ടപ്പെട്ടു. ജനപിന്തുണയില്ലാത്ത ജനനായകനെ എങ്ങനെ ഭരിക്കാനാവും? കഷ്ടിച്ച് 6 മാസം ഭരിക്കാൻ പറ്റും. പിന്നെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനവും പോവും, MP സ്ഥാനവും പോവും, തോറ്റുപോകും, പാർട്ടിക്ക് ക്ഷീണം പറ്റുമെന്നുള്ള വിശ്വസ്തരായ ആൾക്കാർ
ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഹൈക്കമാൻഡ് ഒന്നും പറ്റാത്ത അവസ്ഥയിലായി. അപ്പോൾ മറ്റുള്ള ആളുകൾ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് ശരിക്കും സീനിയർ നേതാക്കളായിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് ആദ്യം ഹൈക്കമാൻഡ് കണ്ടുവച്ചിരുന്നത് കെ.സി. വേണുഗോപാലിനെ തന്നെയായിരുന്നു. പക്ഷേ സ്ഥിതിഗതികൾ പിടുത്തം വിട്ട് കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ നേതാവ് തന്നെ, ജനനായകൻ തന്നെ ജനനേതാവാകണം, മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എന്താണേലും ഹൈക്കമാൻഡ് ഉറച്ചൊരു തീരുമാനമെടുത്തുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ശരിക്ക് ഇൻഫ്ലുവൻസ് വന്നത് മുസ്ലിം ലീഗിൽ നിന്നാണ്. മുസ്ലിം ലീഗ് എന്ന് വന്ന് പ്രിയങ്ക ഗാന്ധിയെ അറിയിച്ചു, മുസ്ലിം ലീഗ് അറിയിച്ചു, ഈ അമേഠി മാതിരിയാവും, കേരളം ഒരു ഈസി വാക്ക് ഓവർ ആവില്ല, ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉപതെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടും, ജനഹിതമില്ലാതെ മുഖ്യമന്ത്രിയായിട്ട് എവിടുന്നെങ്കിലും കെട്ടിയിറക്കിയ മുഖ്യമന്ത്രി കേരളത്തിൽ നടക്കുകയില്ല, ജനനായകൻ തന്നെ വേണം. ഇപ്പം ജനനായകൻ മുഖ്യമന്ത്രി ആകുന്നത് എങ്ങനെയാണെന്ന് തമിഴ്നാട്ടിൽ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടിരിക്കുകയാണ്. അതേപോലെ സോഷ്യൽ മീഡിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് ന്യൂസൊന്നുമല്ല. ഓരോ ജനങ്ങൾ അവരുടെ അഭിപ്രായം ഒരു ഉത്തമ പൗരൻ എന്നുള്ള നിലയിൽ തുറന്നു പറയുന്നു. കേരളത്തിൻ്റെ അവസ്ഥയും ലോകത്തിൻ്റെ അവസ്ഥയും ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, ഇന്ത്യയുടെ അവസ്ഥയും ഒക്കെ കണ്ടു. ഏറ്റവും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള വാക്കൊന്നുമല്ല, മതം ഇല്ലാതായാലേ മനുഷ്യൻ നന്നാവുള്ളൂ. അങ്ങനത്തെ സ്ഥിതിയിലേക്കാണ് കാലങ്ങൾ പോകുന്നത്. ലോകത്ത് എല്ലായിടത്തും തന്നെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനാൽ ഈ അഴിമതിയും ദുർഭരണവും കളവും മോഷണവും ഒക്കെ മാറ്റി നല്ലൊരു പുരോഗതി, ഈ നാർക്കോട്ടിക്സിൻ്റെയും മറ്റത്തിൻ്റെയും അതേപോലെ തന്നെ യുവജനങ്ങൾക്ക് ജോലിയില്ലായ്മയുടെയും തൊഴിലില്ലായ്മയുടെയുമായ വിവിധമായ കടത്തിൻ്റെയും ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് വന്നത്. അതിനൊരു മാറ്റം വരുമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. ഇത് ഒരു ബുദ്ധിമുട്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി മുസ്ലിം ലീഗിൻ്റെ ടെലിഫോൺ സോണിയാഗാന്ധിക്ക് കൊടുക്കുകയും മുസ്ലിം ലീഗ് കറക്റ്റായിട്ട് പാണക്കാട് കുടുംബം അവരെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കുകയും അങ്ങനെ അവർ കെ ആൻ്റണിജിയുമായി സംസാരിച്ച് ആൻ്റണിജിയുടെ അഭിപ്രായവും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഹൈക്കമാൻഡിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്ന് മനസ്സിലായി, കേരള സംസ്ഥാനം നഷ്ടപ്പെടുമെന്ന് മനസ്സിലായി, പാർട്ടിക്ക് ക്ഷീണം വരുമെന്ന് മനസ്സിലായി. അതോടുകൂടി സോണിയാഗാന്ധിജി ഒരു ഫോർമുല ആലോചിച്ചു. ഹാഫ് ടൈം, 2.5 വർഷം ഒരാളും 2.5 വർഷം വേറെ. വി ഡി സതീശനും അങ്ങനെയാണ്. പക്ഷേ ഈ സമയത്താണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ശരിക്കും എങ്ങനെയാണ് കരസ്ഥമാക്കിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷൻ അനുസരിച്ച് അദ്ദേഹം അതിന് വഴിപ്പെട്ടില്ല, അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ MLA സ്ഥാനവും രാജിവെച്ച് ആ മണ്ഡലം തന്നെ കൊടുത്തേക്കാം, ഞാൻ വനവാസത്തിന് പോയിക്കോളാം, ഒരു ടൈമും വേണ്ട എന്നും പറഞ്ഞ് ശക്തമായിട്ട് ഡിറ്റർമിനേഷനോടുകൂടി സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു. അങ്ങനെയുള്ള കാര്യമാണ് അദ്ദേഹം വേറെ ഒരു നിവൃത്തിയുമില്ലാതെ നിൽക്കക്കള്ളിയില്ലാതെ ഹൈക്കമാൻഡ് ജനഹിതത്തിന് വഴങ്ങുമായിരുന്നു. അങ്ങനെ ജനഹിതത്തിന് വഴങ്ങി അദ്ദേഹത്തെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് പാർട്ടി ഡിക്ലെയർ ചെയ്തു. സുഹൃത്തുക്കളെ, ജനം ആശ്വസിച്ചു. ആദ്യമായിട്ടാണ് ലോകത്ത് ഇങ്ങനെ ജനങ്ങളുടെ ഹിതമനുസരിച്ചൊരു പാർട്ടി പ്രവർത്തിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ആ ജനഹിതം ആണ് മെയിൻ, അല്ലാതെ പാർട്ടി പ്രസ്ഥാനവും അടച്ചിട്ട മുറിയിലിരുന്നിട്ടുള്ള ആ പാർട്ടിക്ക് വേണ്ടുന്ന ആളുകളെ, പാർട്ടി അടിമകളെ മുഖ്യമന്ത്രിയും മറ്റുള്ള ഇതിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളിപ്പോൾ അംഗീകരിക്കുകയില്ല. ഈ പുതുയുഗ ഇവൻ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തീരുമാനത്തിൽ പോലും, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിൽ പോലും മീഡിയ ചർച്ചകളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു. എന്തെങ്കിലും പറഞ്ഞ് പ്രസ് കുറിപ്പ് എഴുതി ജനങ്ങളെ പറ്റിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ അതേപോലെ ജനങ്ങളുടെ ജൻസി ഈ സോഷ്യൽ മീഡിയ കൂടെയുള്ള പ്രചാരണത്തിൽ പരമ്പരാഗതമായ പാർട്ടികളെ തച്ചുടച്ചുകൊണ്ട് തൊട്ടയലോകത്ത് തമിഴ്നാട്ടിൽ എങ്ങനെയാണ് ഉന്നത തെരഞ്ഞെടുപ്പ് വിജയ് എന്നൊരു ചെറുപ്പക്കാരൻ സിനിമ ഫീൽഡിലുള്ള ആൾ എങ്ങനെയാണ് നേടിയെടുത്തത്, അദ്ദേഹം മുഖ്യമന്ത്രിയായത്, ജനനായകനായത് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കേരളത്തിലും ഈ ലിറ്ററസിയിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഈ കേരളത്തിലും ജനങ്ങൾ മാറി ചിന്തിച്ചു. ജനനായകനായിട്ട് വി ഡി സതീശനെ തിരഞ്ഞെടുത്തു. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത അദ്ദേഹം ഉയർന്നു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഒരു ലക്ഷ്യം, ഇതിനു മുമ്പ് തന്നെ ലക്ഷ്യത്തിലേക്ക് ശക്തിയുക്തം നടക്കുകയായിരുന്നു.
നിലപാടുകളുടെ രാജകുമാരൻ, നിലപാടുകളും എടുത്ത് ശക്തിയുക്തമായി ഒരു പ്രതിപക്ഷമായി കാൽക്കുലേറ്റ് ചെയ്ത് ശാസ്ത്രീയമായിട്ട് അദ്ദേഹം നേട്ടം നേടിയെടുത്തു. അങ്ങനെയാണ് അതിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുടെ നായകനായിരിക്കണം, പിന്തുണയുള്ള ആളായിരിക്കണം ജനനായകൻ. എങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അല്ലാത്തതൊന്നും ശാശ്വതമല്ല, അല്ലാത്തതൊക്കെ വിസ്മരിക്കും. സുഹൃത്തുക്കളെ, വസ്തുതകൾ നമ്മൾ ജനങ്ങൾ അറിയണം. അതിലാണ് ഈ വീഡിയോ ഇങ്ങനെ കുറച്ച് കൂടിപ്പോയി. എങ്കിലും ചുരുക്കി പറഞ്ഞുകൊണ്ട് ഉടൻ അവസാനിപ്പിക്കാം. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല. കെ.സി. വേണുഗോപാലിന് ഹൈക്കമാൻഡും അതോടൊപ്പം തന്നെ എം.പിമാരും പെയ്ഡ് എം.എൽ.എമാരും എല്ലാവരും തിരഞ്ഞെടുത്തെങ്കിലും ജനഹിതം മാനിച്ച് വി.ഡി. സതീശനെ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഹൈക്കമാൻഡും മലക്കം മറിഞ്ഞു. കാരണം വലിയൊരു സമ്പന്നൻ ഇടപെട്ടുകൊണ്ട്, കേരളത്തിലെ ഒരു വലിയ സമ്പന്നൻ ഇടപെട്ടുകൊണ്ട് കെ.സിക്ക് അനുകൂലമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഹൈക്കമാൻഡിനെ സമ്മർദ്ദം ചെലുത്തി നോക്കി. എങ്കിലും മുസ്ലിം ലീഗ് ഹൈക്കമാൻഡ് പേടിച്ചുപോയി. കാരണം ജനങ്ങൾ അവർക്ക് വീണ്ടും ജയിക്കേണ്ടതാണ്. ജനങ്ങൾ വീണ്ടും എതിരായി കഴിഞ്ഞാൽ ഈ അവരുടെ ഹൈക്കമാൻഡൊന്നും അധികം വിലയുണ്ടാവില്ല. അതിനാൽ ജനഹിതത്തിന് അവരും വഴങ്ങേണ്ടി വന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സുഹൃത്തുക്കളെ വീഡിനെ തന്നെ അവസാനം ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തത്. അതോടൊപ്പം തന്നെ വീണ്ടും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ വീണ്ടും കേരളത്തിൽ വരണം, വീണ്ടും ജയിക്കണം. അത് ബുദ്ധിമുട്ടാകും, അത് ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളൊരു വസ്തുതയും മനസ്സിലാക്കി അങ്ങനെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും മുസ്ലിം ലീഗിൻ്റെ ഹൈക്കമാൻഡും ഇഷ്ടങ്ങളെ മറികടന്നുകൊണ്ട് ജനഹിതത്തിനനുസൃതമായിട്ട് ജനങ്ങൾക്കൊരു നല്ല ഗവേണൻസ് വേണം, ജനങ്ങൾക്കിടെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മാറ്റം വരണമെന്ന് കരുതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. വി.ഡി. സതീശൻ കേരള CM-ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അത് ജനഹിതമാണ്. കാരണം ജനങ്ങൾ അത്രമേൽ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ വെറുത്തു. LDF അല്ലാതെ മറ്റാര് ഉണ്ട് എന്നുള്ള ആ അവിവേകം പറച്ചിലും ജനങ്ങളെ രോഷാകുലരാക്കി. കക്കുക, മുക്കുക, നക്കുക എന്നുള്ള ആ പരിപാടി നിർത്തിവെച്ച് ഇത് ഒരു ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്, ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. എന്തായാലും പുതിയ ഗവൺമെൻറ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു നവകേരള സൃഷ്ടി ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. താങ്ക് യു. ഔട്ട്.